എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. അൻവർ MLA ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്ന് PMA സലാം. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവർ MLA ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്തു പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. ഇനിയും പറയാനുണ്ട് എന്നാണ് MLA പറയുന്നത്. CPI പോലും ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പൂരം കലക്കലിൽ അന്വേഷണം ADGPയെ ഏൽപ്പിച്ചത് കള്ളന് താക്കോല് കൊടുക്കും പോലെയാണ്. MLA ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് UDF സമര പ്രഖ്യാപനം നടത്തും. MLA ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം. അൻവറിന് സ്വാഗതം ചെയ്യുന്ന ചിന്ത ലീഗിനില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ ലീഗിലേക്ക് വരാനും പറഞ്ഞിട്ടില്ല, ലീഗ് അൻവറിനെ സ്വീകരിക്കുന്നു പറഞ്ഞിട്ടില്ല. എന്തിനാ ഈ സാങ്കല്പികമായ ചോദ്യങ്ങൾ? അൻവർ അങ്ങനെയല്ല പറഞ്ഞത്. മണ്ഡലം പ്രസിഡന്റ് ഒരു സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇട്ടപ്പോഴേക്ക് സ്വാഗതം ചെയ്തിട്ടില്ല. അല്ല, അൻവർ പറഞ്ഞതാണ്. അൻവർ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളല്ലേ പുറത്തിട്ടത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, സ്വാഗതം എന്നൊരു വാക്കുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, അത്തരമൊരു പ്രതികരണം നടത്തിയപ്പോൾ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പൊ അൻവറിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഗതം ചെയ്യോ? അൻവറിന്റെ താല്പര്യമോ അൻവർ വിളിക്കുന്നതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിനെതിരെ നടക്കുന്നത്? അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലല്ലോ. അൻവർ ഭരണകക്ഷിയുടെ ഭാഗമാണ്, CPMന്റെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ CPMനെയും ഭരണകക്ഷിയെയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും PMA സലാം മലപ്പുറത്തെ വസതിയിൽ ഇന്ന് 11:30 ആവശ്യപ്പെട്ടു. ഈ പറഞ്ഞ കാര്യങ്ങൾ അൻവറിനെ സ്വീകരിക്കാനോ അൻവർ പറഞ്ഞ അൻവറിനെ ശരിവെക്കാനോ അല്ല, അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ശക്തമായ സമരപരിപാടികളിലേക്ക് UDF പോവുകയാണ്. ഇന്ന് കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട UDF ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് സമരപ്രഖ്യാപനം നടത്തും. ADGPയെ പറഞ്ഞയച്ചത് മുഖ്യമന്ത്രിയാണ് RSS നേതാക്കളെ കാണാനും പൂരം കലക്കാനും. അതുകൊണ്ടാണ് ADGPക്കെതിരെ അന്വേഷിക്കാത്തത് എന്നത് ആരെങ്കിലും പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് പൂരം കലക്കിയ സംഭവം വിശ്വാസികളെ വളരെയധികം വേദനിപ്പിക്കാൻ കഴിയുന്നു. അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട മുജാഹിദ് പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. Oh my God. വാവേ, ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers.